സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ക്രിസ്മസിന് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. നമ്മുടെ ആരാധനാക്രമ മത്സരത്തിലെ ആദ്യകാലമായ മംഗളവാർത്ത കാലത്തിലേക്ക് നമ്മൾ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. 4 ആഴ്ചകളാണ് ഈ കാലത്തിലുള്ളത്. ഈ 4 ആഴ്ചകളിൽ 2 ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 2 ആഴ്ചകളിൽ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും, പിന്നീടുള്ള 2 ആഴ്ചകളിൽ യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണവുമാണ് വചന വിചിന്തനമായിട്ട് എടുക്കുക. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ നമ്മൾ മരണത്തിരുനാളാണ് സാധാരണ ആഘോഷിക്കാറുള്ളത്. എല്ലാ വിശുദ്ധരെയും നമ്മൾ എടുത്തു നോക്കുക. എല്ലാ വിശുദ്ധരുടെയും മരണത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. പൊതുവെ ജനന തിരുനാൾ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറില്ല. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ്റെയും ക്രിസ്തുവിൻ്റെയും ജനനം പ്രത്യേകമായിട്ട് നമ്മൾ നോമ്പ് നോക്കി ആചരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തുന്നതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മരണത്തിരുനാൾ. വിശുദ്ധരെല്ലാം ഈ ഭൂമിയിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ഈ ഭൂമിയിൽ മരിച്ച് സ്വർഗത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ ഓർമ്മയാണ് മരണം. പഴയകാല ഗ്രീസിൽ സ്പാർട്ട എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആയോധന കലയുള്ള അല്ലെങ്കിൽ സൈന്യം എന്നറിയപ്പെടുന്നത് സ്പാർട്ടയിലെ സൈന്യമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ സ്പാർട്ടയിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ അവന് പ്രായപൂർത്തിയാകുമ്പോൾ അവനെ ഒരു കൊടും കാട്ടിലേക്ക് പറഞ്ഞു വിടും. അത്യാവശ്യം ആയോധന കലകളൊക്കെ പഠിപ്പിച്ചിട്ടാണ് അവന് വിടുന്നത്. അതിൻ്റെ ലക്ഷ്യം ഇതാണ്: അവൻ ഈ കൊടും കാട്ടിൽ ചെന്ന് വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്ത് അതിലേതെങ്കിലും ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ അവശിഷ്ടവുമായിട്ട് അവൻ തിരികെ വരണം. അങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നവനെയാണ് അവർ തൻ്റെ സൈന്യത്തിൽ സ്വീകരിക്കുക. പിന്നീട് അവനെ കൂടുതൽ ആയോധന കലകൾ പഠിപ്പിച്ച് വളരെ ശക്തനായ ഒരു യോദ്ധാവാക്കി മാറ്റുകയാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും ഇതുപോലെയാണ്. ഭൂമിയിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെയും യോഹന്നാൻ്റെയും ജനനം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കാരണം ഇവരുടെ 2 പേരുടെയും ജീവിതം അല്ലെങ്കിൽ ജനനം ദൈവികമായ പ്രത്യേക ഇടപെടൽ മൂലമാണ്. യോഹന്നാന്റെ ജനനം എന്തിനാണ്? വരാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ. ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് എന്തിനാണ്? മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി. ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ട് അവരുടെ ജനനത്തെ ഭൂമിയിൽ ചിട്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് ഇതിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം വരുന്നത്? യേശുവിൻ്റെ ജനനത്തിന് വഴിയൊരുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരമാണ്. ജനിക്കുമ്പോഴും ജീവിച്ചിരുന്ന കാലത്തും മരിക്കുമ്പോഴും പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരുന്നു. കൃപ നിറഞ്ഞ ഒരു ഉദരത്തിലാണ് ക്രിസ്തു ജനിക്കുക. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ണിയുടെ പിറവിക്കായിട്ട് കാത്തിരിക്കുകയാണ്. 25 ദിവസം നമ്മൾ നോമ്പ് നോറ്റ് വിശുദ്ധിയോടെ ജീവിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ നമ്മളും പരിശുദ്ധ അമ്മയുടെ ഒരുക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ പാപികളാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് പാപികളാണ്, മരിക്കുന്ന സമയത്തും നമ്മൾ പാപാവസ്ഥയിലാണ്. പക്ഷെ പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ ജനനത്തെ സ്വീകരിക്കുന്ന വിശുദ്ധി നമ്മുടെ ധ്യാന വിഷയമാക്കണം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ 25 ദിവസത്തെ നോമ്പിലും ഒരുക്കത്തിലും മാത്രം നമ്മുടെ ഒരുക്കങ്ങൾ ചുരുങ്ങിപ്പോകാതെ തുടർന്നുള്ള ജീവിതത്തിലും ഈ ജനിച്ച ക്രിസ്തുവിനെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ അക്വീനാസ് പറയുന്നുണ്ട്, ഭൂമിയിലെ ഓരോ ജനനവും ഓരോ ജീവിതവും ദൈവം ഈ ഭൂമിയെ കൊണ്ട് മടുത്തിട്ടില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു എന്ന വലിയ ദാനത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ക്രിസ്തു എന്ന രക്ഷകനില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും പാപത്തിനടിപ്പെട്ട് രക്ഷയില്ലാതെ വലഞ്ഞേനെ. ഈ വലിയ ദാനത്തെ ഓർത്ത് നന്ദി പറയുവാനും ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുഞ്ഞ് രക്ഷകനായിട്ട് മാറുവാനുള്ള വിളിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും ഉണ്ണി യേശുവിൻ്റെയും അതിനുവേണ്ടി ഏറെ സഹനങ്ങൾ എടുത്ത വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥം യാചിക്കാം.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഈ ഉണ്ണി യേശുവിനെ രക്ഷകനായി ഭൂമിയിലേക്ക് നൽകുവാൻ വേണ്ടി എടുത്ത സഹനങ്ങൾ. അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. ലോകത്തിന്റെ കണ്ണിൽ അവൾ വ്യഭിചാരിണിയാണ്. യൗസേപ്പ് പിതാവ് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം സമ്പാദ്യങ്ങളും നാടുമെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നുണ്ട്. അവരുടെ സഹനങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ലോകത്തിന് രക്ഷകനെ നൽകുക എന്നുള്ളതാണ്. ഇതാണ് ക്രിസ്മസിന് അനുയോജ്യമായ ഏറ്റവും അർത്ഥവത്തായ ഒരുക്കം. അവിടെയാണ് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ വേണ്ട എന്ന് വെച്ച് ഈ ക്രിസ്തുവിനെ, ഈ ഉണ്ണി യേശുവിനെ ലോകത്തിലേക്ക് കൂടുതൽ മനോഹരമായിട്ട് നൽകുവാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുക്കങ്ങളെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് അനുഷ്ഠിക്കാം. ഈ ഒരുക്കങ്ങൾ, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ കൃപ തുടർന്നും ജീവിത അവസാനം വരെ നിലനിർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.